ആ റിയാലിറ്റി ഷോയുടെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? എസ്പെഷ്യലി അന്നൊക്കെ തോന്നുന്നു ദീദിയൊക്കെ ആയിരുന്നല്ലോ അന്നത്തെ ആങ്കേഴ്സ് ആയിട്ട് വന്നിരുന്നത്. അപ്പോൾ ദീദിയായിട്ടും ജഡ്ജസ് ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ദീദിയായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ശരിക്കും നമ്മൾ ആ ഒരു റിയാലിറ്റി ഷോയിലേക്ക് വരുമ്പോൾ ഇപ്പം അതിൽ എൻ്റെ സീസണിൽ ശരത് സാറും അതുപോലെ ഔസേപ്പൻ സാറ്, പി ഉണ്ണികൃഷ്ണൻ, ഉഷാ ദീദി, ഇത്രയും പേരായിരുന്നു നമ്മുടെ ജഡ്ജിങ് പാനലിൽ പെർമനൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് പിന്നെ എം ജി സുഹാസ് സാർ ഉണ്ടായിരുന്നു, ചിത്ര ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ സമയത്ത് സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് പല ആൾക്കാർ അങ്ങനെയായിരുന്നു. അപ്പം നമ്മൾക്ക് അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫാമിലി പോലെ ആയിരുന്നു തീർച്ചയായിട്ടും. കാരണം എല്ലാവരും കൂടിയിട്ട് നമുക്കിപ്പോൾ ശരത് സാർ എന്നൊക്കെ ഉള്ള പേര് നമ്മൾ കേട്ടിട്ടുള്ളൂ അതിന് മുമ്പ്. കാരണം സാറിൻ്റെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഏത് പാട്ടെടുത്താലും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ സാറിനൊക്കെ നേരിട്ട് കാണാൻ പറ്റുക. അപ്പം നേരിട്ട് കാണുക മാത്രമല്ല, നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിളിക്കാവുന്ന രീതിയിലും അങ്ങനെ. കൂടുതൽ ആൾക്കാരും നമ്മളോട് എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ്, നിങ്ങൾ പാടുമ്പം ഏറ്റവും കൂടുതൽ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് ഓരോന്നും പരിശോധിക്കണം. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഓരോ പാട്ടുകൾ പാടുന്നതിന് മുമ്പ് നമുക്ക് ചിലപ്പോൾ നമ്മൾ ശരത് സാറോടോ ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മൾ പാടാൻ പോകുന്ന പാട്ട് ഇപ്പോൾ ഒരു ഫീമെയിൽ സിംഗർ ആണെങ്കിൽ ചിത്ര ചേച്ചിയുടെ പാട്ടാണ് പാടുന്നതെങ്കിൽ ചേച്ചിയോട് തന്നെ പോയിട്ട് നമുക്ക് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാന്നുള്ളത് ഒരു ഭയങ്കര ഭാഗ്യമുള്ള കാര്യം.